കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ സുവിശേഷം പറയാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും എന്ന് ഉറപ്പുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥയിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, അതോ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഒന്നുകിൽ അവർ അതേ ഉറപ്പിലാണ് എന്ന് പറയും, അല്ലെങ്കിൽ അവർ അല്ല എന്ന് പറയും. അല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അവർക്ക് ഈ ഉറപ്പ് പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, അവർ പറയുകയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉറപ്പ് എന്ന് നമ്മൾ ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അവരവരുടെ സ്വയത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണോ നിത്യത അവകാശമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതോ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാണോ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് അവരോട് സുവിശേഷം പങ്കുവയ്ക്കാം. ഇത് നല്ല ഒരു മെത്തേഡാണ് നമുക്ക് ഒരു വ്യക്തിയോട് സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട്. പക്ഷേ ഈ മെത്തേഡിൽ ഉള്ള ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ നാട്ടിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു അങ്കിളുണ്ട്, വലിയൊരു 80 വയസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് പേടിച്ചു പോയി. ഞാൻ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നത് എനിക്കറിയില്ല, പക്ഷേ എപ്പോൾ ഞാൻ മരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കത് പ്രാർത്ഥിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാൻ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ടൊക്കെയാണ് പലർക്കും അടി കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പോയി ചോദിച്ചാൽ ആൾക്കാർക്ക് പല കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ ഓടുന്നത്. ഇപ്പോൾ ചില ആളുകളുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മരിച്ചാൽ എന്ന് പറഞ്ഞാൽ മരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം ബൈബിൾ വായിച്ച്, അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ട് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ചിന്തിച്ചിട്ട് ഇവിടെ ആരും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത്, എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അത് കൾച്ചറലി ഇൻസെൻസിറ്റീവാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള വായനാശീലമുള്ള ആളുകളാണ് അമേരിക്കയിലൊക്കെ ആയിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഒരു മറുപടി തരാനും അതിനൊരു ഫിലോസോഫിക്കൽ ഡിബേറ്റിൽ ഏർപ്പെടാനും ചിലപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും മറ്റുള്ളവർ അവരുടെ ആ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വന്നിട്ട് അവരോട് ഇതുപോലുള്ള ആത്മീയപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പം നിങ്ങൾക്കൊരു സ്കില്ലുണ്ട് എന്നിരിക്കട്ടെ, ഒരു ആത്മീയ സ്കില്ല്, ചിലപ്പോൾ നിങ്ങൾ യോഗ അഭ്യസിക്കുന്ന വ്യക്തിയായിരിക്കും, അതല്ല നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾക്ക് മുൻപോട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക വരം ദൈവം തന്നിട്ടുണ്ടാകും, അല്ല മറ്റുള്ളവരെ സൗഖ്യമാക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു സ്കിൽ അതുപോലത്തെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെടും. അല്ലെങ്കിൽ ഇന്നും വേണ്ട, ഈ ബൈബിളിലെ വേദവചനങ്ങൾ മറ്റുള്ളവർക്ക് നന്നാക്കി മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതായാലും മതി. ആളുകൾ, താല്പര്യമുള്ള ആളുകൾ, എല്ലാവരും അല്ല കേട്ടോ, താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് ആ വചനം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി ഏതെങ്കിലും ഇങ്ങനത്തെ ആത്മീയ വിഷയങ്ങളിൽ ഒരു ചോദ്യത്തിൽ കുടുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന് അവർക്കൊരു ഗൈഡൻസ് ആവശ്യമുള്ള അങ്ങനെയുള്ള ആളുകളും നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് അവർ വരും, അങ്ങനെ വന്നോട്ടെ. അതായിരിക്കും കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്. അതല്ല നമ്മൾ ചാടിക്കേറി ഒരാളുടെ വായക്കകത്തോട്ട് കയറിയിട്ട് നമ്മൾ ഈ ബോംബ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് പല രീതിയിലാണ് വ്യാഖ്യാനിക്കുക. ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്കിപ്പോൾ എന്താണ്, എന്നോട് ഇത് പറഞ്ഞതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുമോ? ഈ പറയുന്ന ആൾക്കൊന്നും കിട്ടുന്നില്ല. ഒരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ മറ്റുള്ളവരോട് പോയി സുവിശേഷം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിർബന്ധിക്കാനൊന്നും എന്തായാലും അയാൾക്ക് കഴിയില്ല. പക്ഷേ എന്നാലും അതാ പറയുമ്പം അതിനോടൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നതും കൂടെ ഒന്ന് ചിന്തിക്കുന്നത്, ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിന്നിട്ട്, ഞാനാണ് ആ വ്യക്തിയുടെ സ്ഥാനത്തെങ്കിൽ എന്നോടിപ്പോൾ ഒരു അള്ളാഹു അക്ബറിൻ്റെ ആൾ വന്നിട്ട് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ വീക്ഷിക്കുക എന്ന് ചിന്തിച്ചിട്ട് പിന്നെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. അപ്പോൾ അത്യാവശ്യം അത് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇൻ്റർനെറ്റ് വഴിയും പത്രങ്ങൾ വഴിയും പല മാധ്യമങ്ങൾ വഴിയും കിട്ടുന്നുണ്ട്.
ഒരാൾക്ക് ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മളെ തേടി വരും, അവർ നമ്മുടെ അടുത്തേക്ക് വരും. ഈ കൗൺസിലിങ്ങിന് പോകുന്ന പല ആളുകളും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ആത്മീയ കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, അവർക്ക് ഹീലിംഗ് ആണ് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള പ്രത്യേക കഴിവുണ്ടെങ്കിൽ അവർ വരും. ഇനി അതല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എബിലിറ്റി അല്ലെങ്കിൽ വചനം വ്യാഖ്യാനിച്ച് തരാനുള്ള എബിലിറ്റി അത് അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അവർ വരും. ബൈബിളിൽ നിങ്ങളൊന്ന് നോക്കിയേ, എങ്ങനെയാണ് സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ യഹൂദന്മാരുടെ ഇടയിലുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ സുവിശേഷ പ്രചരണം നടക്കുന്നത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇപ്പോൾ ഒരാൾ തേരിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, യൂനക്ക്, നമുക്കറിയാം ഫിലിപ്പോസും യൂനക്കും. അപ്പോൾ അതൊരു ബൈബിളിലെ ദൈവത്തെ അറിയാത്ത ഒരു സ്ഥലമാണത്, അങ്ങനെയുള്ളൊരു ടെറിട്ടറിയാണത്. അല്ലാതെ യഹൂദന്മാരുടെ സ്ഥലമല്ല. യഹൂദന്മാരുടെ ഇടയിൽ ഈ അപ്പോസ്തലന്മാർക്കൊക്കെ പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് ആൾക്കാരോട് വാഗ്വാദം ചെയ്യാനും, കാരണം അവർക്കൊക്കെ ഇതെന്താണ് വിഷയം എന്നുള്ള അറിയാം. അവരെല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി എന്താ പറയുക, സംസാരിക്കാനുള്ള ഒരു സന്നദ്ധതയും അതിനുള്ളൊരു ഉത്തരം കൊടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്. പക്ഷേ യഹൂദന്മാരുടെ ആ ടെറിട്ടറിയിൽ നിന്ന് മാറിയിട്ട് അവർ സുവിശേഷം പറയാൻ പോയപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, കൊർണേലിയസിൻ്റെ വീട്ടിലാണ് ആദ്യമായിട്ട് ഈ സുവിശേഷ പ്രചരണം നടക്കുന്നത്. ഒരു യഹൂദനല്ലാത്ത ഒരു വ്യക്തിയുടെ വീട്ടിലുള്ള സുവിശേഷ പ്രചരണം. ആ നടക്കുന്ന സുവിശേഷ പ്രചരണം എങ്ങനെയാണ് നടന്നത്? കൊർണേലിയസിൻ്റെ വീട്ടിലേക്ക് തട്ടിക്കയറുകയാണോ ചെയ്തത്? അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ കൊർണേലിയസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ കൊർണേലിയസിനോട് പറഞ്ഞാൽ, ഈ വിശ്വസിച്ചില്ലെങ്കിൽ ആ നരകത്തിലേക്ക് പോകും. അങ്ങനെയാണോ കൊർണേലിയസ് വിശ്വാസത്തിലേക്ക് വന്നത്? കൊർണേലിയസ് എന്ന് പറയുന്നത് ഈ അപ്പോസ്തലന്മാരെക്കാളും ഒക്കെ നല്ല സമ്പന്നനായിട്ടുള്ള, മാത്രമല്ല ഇവർ യഹൂദന്മാരുടെ അടിമകളാണ്. കൊർണേലിയോസ് എന്ന് പറയുന്നത് റോമക്കാരനാണ്. അയാളൊരു വലിയ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. അയാളുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അതൊരു ജോയിൻറ്റ് ഫാമിലി മാതിരിയാണ്. കുറേ സ്ലേവ്സും അയാളുടെ ഫാമിലീസും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു വലിയൊരു ഫാമിലിയുടെ ഹെഡാണ് ഈ കൊർണേലിയോസ് എന്ന് പറയുന്നത്. അയാളൊരു ഭടനുമാണ്, മാത്രമല്ല ഒരു ശതാധിപനാണ്. ഈ ഭടന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു 100ഓളം സോൾജേഴ്സിൻ്റെ മുകളിൽ അധികാരമുള്ള വ്യക്തിയാണ് ഈ കൊർണേലിയോസ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ വീട്ടിലേക്ക് അപ്പോസ്തലന്മാരെ, നമ്മുടെ ഫിഷർമാൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇടിച്ച് കയറി പോയിട്ട് ഈ സുവിശേഷം പറയാൻ പറ്റൂല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. പകരം എന്താ സംഭവിച്ചത്? ഈ കൊർണേലിയോസ് സ്വപ്നത്തിൽ ഒരു സ്വർഗ്ഗദൂതൻ ഇറങ്ങി വന്നിട്ട് അവനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വ്യക്തിയുണ്ട്, അയാളുടെ പേര് പത്രോസ് എന്നാണ്, ഷീമോൻ പത്രോസ് എന്നാണ്. അയാളെ നീ വിളിപ്പിക്കണം. അയാൾ നിനക്ക് ഇനി കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നീ ചെയ്ത ദാനധർമ്മങ്ങളും നല്ല പ്രവൃത്തികളൊക്കെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ വ്യക്തിക്ക് ഒരു ധാരണ കിട്ടുന്നത്, ഇത് സ്വർഗീയമായ സന്ദേശമാണ്, ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അല്ലാതെ ഇതിങ്ങനെ എല്ലാവരും അടുത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് വേണ്ടൊരു എടുക്കൂ, വേണ്ടത്തൊരു എടുത്ത് വലിച്ചെറിയും, അങ്ങനെയുള്ള സാധനമല്ല ഇത്. എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനമല്ല. ഈ പണ്ട് ഈ നമ്മുടെ ഒരു കഥയുണ്ടല്ലോ, എന്താ, ശങ്കരാചാര്യൻ്റെ കഥയുണ്ട്. ശങ്കരാചാര്യന് അപ്പോൾ ഒരു പ്രത്യേക നിലയിൽ ഓൾറെഡി എത്തിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു വയസ്സായ ഗുരു മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ ഗുരു വന്നിട്ട് ശങ്കരാചാര്യന് മാത്രമേ ആ മന്ത്രം പറഞ്ഞു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ശങ്കരാചാര്യൻ പോയി ആ മന്ത്രം ചോദിക്കുന്നു. അപ്പോൾ മന്ത്രം എന്താണ്? ഓം നമഃശിവായ അല്ല, ജയ ശ്രീരാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ രാമനാമം എന്ന് പറഞ്ഞൊരു മന്ത്രം അയാൾക്ക് കിട്ടി. ആ മന്ത്രം കിട്ടിയപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ മന്ത്രം പോയിട്ട് അവിടെ വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും കേൾക്കാൻ അങ്ങോട്ട് പറഞ്ഞു. അതോടെ ഇയാളുടെ ഗുരുവിന് ഇയാളോട് ദേഷ്യമായി. നീ എന്തിനാണ് ഇതൊക്കെ പോയി എല്ലാവരോടും പറയാൻ പോയത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ അവിടെ സംഗതി ഒരു ഭാഗത്ത് നമ്മളതിനെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് ചില ആൾക്കാർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് നോളജ് എല്ലാവർക്കും ശങ്കരൻ അല്ലെങ്കിൽ ശങ്കരാചാര്യൻ വിതരണം ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷെ വാസ്തവത്തിൽ ആ ഗുരു എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മന്ത്രത്തിൻ്റെ വാല്യൂ ആർക്കേ അറിയുള്ളൂ? നിന്നെപ്പോലെ ആ ഒരു അവസ്ഥയിൽ എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ആ മന്ത്രം കിട്ടിയാലും അവർക്ക് അതിൻ്റെ വില എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അവരതെടുത്തിട്ട് ഒറ്റ ഏറായി കയറിയാൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പന്നികൾക്ക് കൊണ്ടുപോയി മുത്തിട്ട് കൊടുക്കരുത്. അവർക്ക് മനസ്സിലാവില്ല ഇത് മുത്താണെന്ന്. അവർ തിരിഞ്ഞു വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് പല ആളുകൾക്കും, ഈ സുവിശേഷ പ്രചരണമായിട്ട് നടക്കുന്ന പല ആളുകൾക്കും സംഭവിക്കുന്നത്. പന്നികളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് നല്ല സുവിശേഷ മുത്തുകൾ കൊടുക്കും. ആ പന്നികൾ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം സഹിക്കാനും പറ്റില്ല.
അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കൊർണേലിയോസിൻ്റെ വീട്ടിലാണ് അപ്പോസ്തലന്മാർ ചെല്ലുന്നത്. അത് ഇങ്ങനൊരു വെൽക്കമാണ് അവർക്ക് കിട്ടുന്നത്. ആ കൊർണേലിയോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ശതാധിപനാണ്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപൻ എന്നാണ്. ആ 100 സോൾജേഴ്സിന് മുകളിൽ അധിപനായിട്ടിരിക്കുന്ന ആ റോമൻ വ്യക്തി എന്ന് വെച്ചാൽ യഹൂദനല്ല. യേശുക്രിസ്തു എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മെസ്സിയാണ്. ഇതുവരെയും മറ്റ് ജാതികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വർഗദൂതൻ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്വപ്നത്തിൽ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊർണേലിയോസ് 2 ആൾക്കാരെ അയച്ചിട്ട് ശീമോൻ പത്രോസിനെ വിളിക്കുകയാണ്. പത്രോസിനും പേടിയാണ് ഈ കൊർണേലിയോസിൻ്റെ അടുത്തേക്ക് പോകാൻ. കാരണം കൊർണേലിയോസിൻ്റെ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ അടി കിട്ടുമെന്ന് മാത്രമേ ജയിലിൽ കിടക്കേണ്ടി വരൂ. അതുകൊണ്ട് ദൈവം സ്വർഗത്തു നിന്ന് വലിയൊരു ദർശനം പത്രോസിന് കൊടുക്കുകയാണ്. പത്രോസ് ഉച്ച സമയത്ത് ടെറസിൽ ഇങ്ങനെ പോയി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്ന് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഒരു സ്വർഗത്തിൽ നിന്ന് വലിയൊരു എന്താ പറയുക, ഒരു കാർപ്പറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുക. ഒരു ബെഡ്ഷീറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണുക. ആ ഷീറ്റിനകത്ത് നിറച്ചും യഹൂദന്മാരൊരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളാണ് അതിലുള്ളത്. എന്നിട്ട് സ്വർഗത്തു നിന്ന് ശബ്ദം കേൾക്കുകയാണ്, ഇതിനെയൊക്കെ അറുത്തിട്ട് കഴിക്കണം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരു നാളും അരുത് കർത്താവേ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരു യഹൂദനാണ്. അപ്പോൾ പത്രോസ് വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റാണത് എന്നാണ് പത്രോസ് വിചാരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ സ്വർഗത്തുനിന്ന് പത്രോസ് കേൾക്കുന്ന ശബ്ദം അടുത്തതായിട്ട് അവനോട് പറയാണ്, ഞാൻ ശുദ്ധീകരിച്ചതിനെ എന്ന് വെച്ചാൽ ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധം എന്ന് എണ്ണരുത്. കർത്താവ് ഇവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ കൊർണേലിയോസിൻ്റെ വീട്ടിലേക്ക് നീ പോകണം. അവിടെയുള്ള വ്യക്തികളൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന വ്യക്തികളാണ്. ഇതുവരെയും അവർ ഈ യഹൂദന്മാരുടെ ദൈവത്തെ ശരിയായ രീതിയിൽ അറിയുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല. അവരെ യഹൂദന്മാർ കാണുന്നത് അശുദ്ധന്മാരായിട്ടാണ്. അവരശുദ്ധന്മാരാണെങ്കിലും ഞാൻ അവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു വിശ്വാസത്താൽ, കൊർണേലിയോസിനെയും അവൻ്റെ കുടുംബത്തെയും. അപ്പോൾ നീ അവിടെ ചെന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവരത് വിശ്വസിക്കും. ആ വിശ്വാസത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടും, അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ വിശ്വാസത്താൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ഇവരെ നീ അശുദ്ധർ എന്നെണ്ണരുത്. അതാണ് ആ ദർശനത്തിൻ്റെ വ്യാഖ്യാനം. പക്ഷേ ആ സമയത്ത് നടക്കുന്ന സമയത്ത്, ആ ദർശനം കാണുന്ന സമയത്ത് പത്രോസിന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പത്രോസ് ഇത് കണ്ടിങ്ങനെ അന്തിച്ച് നിൽക്കുന്ന സമയത്താണ് 2 പേര് കൊർണേലിയോസിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ശബ്ദം കൊടുക്കുകയാണ്, പറയാണ്, എന്താ പറയുന്നത്, ഇവരെ കൂടെ നീ പോകണം. 2 പേര് നിന്നെ തിരഞ്ഞ് വരുന്നുണ്ട്, നീ അവരെ കൂടെ പോകണം. അപ്പോൾ പത്രോസ് റെഡിയാണ് പോകാൻ. പക്ഷേ ഈ 2 പേര് ആരാണ്? എന്നെ ജയിലിടാൻ വേണ്ടി കൊണ്ടുപോകണോ, എന്നെ ഉപദ്രവിക്കാൻ കൊണ്ടുപോകണോ, ഒന്നും പത്രോസിന് അറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ശിക്ഷയാണ് കിട്ടുന്നത്.